അങ്ങനെ സായിയും അൻസിബയും ജയിലിലേക്ക്. അൻസിബയെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തതാണ് പവർ റൂം. വളരെ മോശം നോമിനേഷനാണെന്ന് തോന്നിപ്പോയി. അൻസിബ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബ ചെയ്ത തെറ്റ് പവർ റൂം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് അവരോട് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ജയിലിലേക്ക് പോവാനായിട്ട് അവിടെ ഏറ്റവും യോഗ്യതയുള്ളത് ജാൻമണിക്കാണെന്ന്. അത് ഇന്നത്തെ ഒരൊറ്റ കാരണം മതി നോമിനേറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള കാരണങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. ഇന്നത്തെ ഒരൊറ്റ കാരണം, ഒരാളെ തല്ലാനായിട്ട് കയ്യോങ്ങിയ ആ ജാൻമണി അവിടെ ഉള്ള സമയത്ത് അൻസിബയെ നോമിനേറ്റ് ചെയ്തതിനോട് എനിക്കൊട്ട് യോജിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ജയിലിലേക്ക് പോകാനായിട്ട് ഏറ്റവും യോഗ്യയായ മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരുന്നു ജാൻമണി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സായിയുടെ പേര് പറയാം. സായി എന്തായാലും പുറത്തത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് 2 തവണ ബിഗ് ബോസിന്റെ വാണിംഗ് കിട്ടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സായിക്ക് തീർച്ചയായും ജയിലിലേക്ക് പോകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അവിടെ അൻസിബയെക്കാളും ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി ജയിലിലേക്ക് പോകാനായിട്ടുള്ളത് ജാൻമണിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലുള്ള എല്ലാവർക്കും ജാൻമണിനെ ഭയമാണ്. ജാൻമണിയുടെ പേര് എന്തിലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാൻമണി എങ്ങനെ റിയാക്ട് ചെയ്യും, എന്താണ് അവിടെ കാണിച്ചു കൂട്ടാ ചെയ്യുക എന്നൊന്നും അറിയാത്തത് കൊണ്ട് അവർക്ക് ജാൻമണിയുടെ പേര് പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. ഒരു ഫിസിക്കൽ അസോൾട്ടിന് മുതിർന്ന വ്യക്തിയാണ് ജാൻമണി എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവിടെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ടാണ് അൻസിബയെ നോമിനേറ്റ് ചെയ്തത്. അൻസിബയും സായിയും അങ്ങനെ ജയിലിലേക്ക്.